ഒരു വർഷത്തിൽ ഒരു മാസം മനസ്സിനും ശരീരത്തിനും ശാന്തത നൽകുകയാണ് വ്രതം. അത് മനസ്സിനും ശരീരത്തിനുമുള്ള പരിശീലന കാലം കൂടിയാണ്. അതേസമയം ചില പോസിറ്റീവ് ചിന്തകളും വികാരങ്ങളും മനസ്സുകളിൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. പോസിറ്റീവായ മാനസികാവസ്ഥ സഞ്ചിതമാക്കാൻ ദൈവസങ്കല്പത്തിന് കഴിയും. അദൃശ്യമായ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇസ്ലാം മതവിശ്വാസികൾ. അദൃശ്യമായ ദൈവത്തിൽ വിശ്വസിക്കാൻ അദൃശ്യമായ ഒരു ശക്തി മനുഷ്യനും നൽകിയിട്ടുണ്ട്. അതാണ് നമ്മുടെ മനസ്സ്. അദൃശ്യമായ മനസ്സിന് രണ്ട് പുറങ്ങളുണ്ട്. ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും. പോസിറ്റീവായ മനസ്സിനെ ഏറ്റവും ശക്തമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സമയം നോമ്പുകാലമാണ്. മാലാഖമാരുടെ ആഗമനം കൂടുതലുള്ള മാസമാണ് റംസാൻ. നെഗറ്റീവ് മനസ്സുകൾ പിശാചിൻ്റെ പിടിയിലായിരിക്കും. പിശാചിനെ ഒഴിവാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷണത്തിനായി ദൈവത്തിലേക്ക് തിരിയണമെന്നാണ് ആഹ്വാനം. ബദർ ധർമ്മസമരം റംസാൻ മാസത്തിലായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ബദറിൽ വിജയം നേടിയ മുസ്ലിം സൈന്യം 70 പേരെ ബന്ദികളാക്കിയിരുന്നു. യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നവരെ അടിമകളാക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുകയായിരുന്നു അന്ന് കാലത്തുണ്ടായിരുന്ന പതിവ്. എന്നാൽ ബന്ദികളുടെ മോചനത്തിനു പ്രവാചകൻ നിർദ്ദേശിച്ച വ്യവസ്ഥ സവിശേഷമായിരുന്നു. 10 പേരെ അക്ഷരം പഠിപ്പിച്ചാൽ മോചനം എന്നതായിരുന്നു ആ വ്യവസ്ഥ. അത്രയും പ്രാധാന്യം നൽകിയിരുന്നു അന്ന് വിജ്ഞാപനത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം.